എടത്വ നീരേറ്റുപുറത്ത് മണിമലയാറ്റിൽ അജ്ഞാത ജഡം കണ്ടെത്തി. കുളിക്കടവിൽ നിന്ന് കൈലിയും സോപ്പും ലഭിച്ചു. എടത്വ പോലീസ് സ്ഥലത്തെത്തി. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ ചേരുകയാണ്. മനീഷ്, ഇവിടെ ഇപ്പോൾ കൈലിയും സോപ്പും ഒക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ. അത് കുളിക്കാൻ ഇറങ്ങിയ ആരെങ്കിലും അബദ്ധത്തിൽ വീണതാണോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ ഇപ്പോൾ? ക്രിസ്ത്യന, തലവടിയിലാണ് ഈ സംഭവം. തലവടി എടത്വ നീരേറ്റുപുറം മണിമലയാറ്റിലാണ് ഈ പാലത്തിന്റെ താഴെ അജ്ഞാത ജഡം കണ്ടെത്തിയിട്ടുള്ളത്. ഉദ്ദേശം 35 വയസ്സ് തോന്നിക്കുമെന്നാണ്, പുരുഷനാണ് എന്നാണ് എടത്വ പോലീസ് അറിയിക്കുന്നത്. ഇയാളെ സമീപത്തുള്ള ആർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെങ്ങുമുള്ള ആളല്ല. അതുപോലെ തന്നെ ആ ഒരു പരിസരത്ത് ആരും കുളിക്കാൻ ഇറങ്ങുന്ന ഒരു കടവ് ആ ഭാഗത്തല്ല. അതിന് കുറച്ചുകൂടി വടക്ക് ഭാഗത്ത് മാറിയാണ് കുളിക്കടവുള്ളത്. കുളിക്കടവല്ലാത്തൊരു ഭാഗത്താണ് ഒരാൾ ഇറങ്ങിയിട്ടുള്ളത്. അതിന് കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണോ, അതിന് മുൻപ് തന്നെ മറ്റെന്തെങ്കിലും ഹൃദയാഘാതം അടക്കമുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതാണോ നടക്കമുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇനി ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം കൂടി പൂർത്തിയാകേണ്ടതുണ്ട്. എന്താണെങ്കിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം എടത്വ പോലീസ് മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുകയാണ്. ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മനസ്സിലാകും എന്താണ് മരണകാരണം. ഒപ്പം തന്നെ ഇയാളെ തിരിച്ചറിയാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി, വിവരങ്ങൾ നൽകിയത് മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.